ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന്റെ കൂട്ടുകാർ വീട്ടിൽ വന്നു. ചോദിച്ചതോ പാലക് പ്രോൺ. ചുമ്മാട്ട. അപ്പോൾ ഇന്ന് പാലക് പ്രോൺ റെസിപ്പി ആട്ടോ. ഈസിയാണ്, പേര് കേൾക്കുന്ന കണക്കൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് കൊഞ്ചെടുക്കുക, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിരുമുക. അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പുളിയില്ലാത്ത തൈരും, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചത് അതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമുക്കാൽ മണിക്കൂർ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ പാലക്ക് ഒന്ന് തിളപ്പിച്ചെടുത്തു. ഒന്ന് വേവിച്ചെടുത്താൽ മതി, കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് മതി കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 3 വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി, എന്നിട്ട് അതൊരു ചെറിയ തീയിലൊന്ന് കാവാനായിട്ട് മാറ്റി വെച്ചു. പിന്നീട് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ആ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കൊഞ്ചുണ്ടല്ലോ, അത് അതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ചധികം ഉണ്ടായിരുന്നു, അതെല്ലാം അതിലോട്ട് ചേർത്ത് കൊടുത്തു. ഒന്ന് ഒരുപാട് ഓവർ കുക്കഡ് ആവണ്ട, നമ്മൾ ഇനിയും അതൊന്ന് വേവിക്കാനുള്ളതാണ്. അതിനുശേഷം വേറൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, പിന്നെ ബേ ലീഫൊക്കെ ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാളയും തക്കാളിയും കൂടെ അരച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കും. എല്ലാം സെറ്റായിട്ട് വന്നപ്പോഴത്തേക്കും ഫ്രഷ് ക്രീം നോക്കിയപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെങ്കിൽ ഇത് അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് കുതിരാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അരച്ച് അതിലോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ വെന്ത് വന്ന പാലക്കും കൂടെ അരച്ച് അതിലോട്ട് മിക്സ് ചെയ്തു. അപ്പോഴത്തേക്കും ദാണ്ട ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല രസമില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും, ഓൾറെഡി കുക്ക്ഡ് ആണ്, എന്നാലും ഒന്ന് ഇച്ചിരി ഒന്ന് അതുമായിട്ടൊന്ന് മിങ്കിളായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കസൂരി മേത്തി, മല്ലിയില, ഫ്രഷ് ക്രീം, ബട്ടറും ഒക്കെ ചേർത്തപ്പോഴത്തേക്കും നമ്മുടെ പാലക് പ്രോൺ ദാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പം, അപ്പം, ചപ്പാത്തി അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒരു കിടിലൻ കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ, സീ യു.